തോക്കൂന്നറിയാലോ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? എടാ എന്റെ അച്ഛൻ എന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളാന്നറിയോ? ഡോക്ടർ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ആരാന്നറിയോ? ആരാ? IAS. ഡോക്ടറിനെ ഒന്ന് നോക്കട്ടെ. എടാ വിക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും മരുന്ന് നിനക്കറിയോടാ? പോളോ. ഒന്ന് പോടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ അച്ചൂട്ടാ. റിസൾട്ട് വരാറായില്ലേ? അയ്യോ സൈറ്റില് ഭയങ്കര ബ്ലോക്ക്. സൈറ്റ് ഞാൻ ഇന്നലെ കയറിയപ്പോ നല്ല സ്പീഡായിരുന്നല്ലേ. അത് വേറെ സൈറ്റ്. അത് നമുക്ക് സ്പീഡിൽ വരും. ശരിടാ, എന്റെ അച്ഛൻ താഴെ വന്ന് ഇരിപ്പോട്ട്. എന്തിന്? ഞാൻ വിളിച്ചു വരുത്തി ഒരുമിച്ച് റിസൾട്ട് നോക്കി അറിയാല്ലേ. ആ മോനെ, പിന്നെ മുന്തിരി ഉള്ള ലഡു വേണോ മുന്തിരി ഇല്ലാത്ത ലഡു വേണോ? മുന്തിരി മാത്രം വാങ്ങിക്കുന്നതായിരിക്കും അച്ഛന് ലാഭം. അപ്പൊ മുന്തിരി ഉള്ള ലഡു വാങ്ങണം. ആ ഓക്കെ. മുന്തിരി ഉള്ള 5 എടുത്തോ. ഇയാൾക്ക് എന്താ എന്നെ ഇത്ര വിശ്വാസം? ഇയാളെ മോൻ തന്നെയല്ലേ ഞാൻ? അല്ലേലും തന്ത്രമാർക്കുള്ള വേറെ ഒന്നിനും പൈസ ഇറക്കൂല. പൊട്ടൂന്ന് അറിഞ്ഞാലും പഠിത്തത്തിന് വേണ്ടി പൈസ ഇറക്കും. ഈ സമ്പ്രദായമൊക്കെ മാറ്റണം കേരളത്തിലെ അച്ഛന്മാരൊക്കെ. താഴോട്ട് പോവാ. എന്റെ മോന്റെ A+ ഒന്നില്ല. അത് A+ വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്ക്. എവിടെ വെച്ച്? അരൂരിന്റെ അടുത്ത് വെച്ച്. ഒന്നും മിണ്ടായിരിക്കണോ, അത് വന്നോളൂ. അത് മൊത്തം കൂടായിപ്പാ. അല്പസമയത്തിനകം ചങ്ക് തകരാൻ പോകുന്ന 2 മനുഷ്യരാ അത്. പാവം. അവനെ ഡോക്ടറാക്കാൻ കാരണം പണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയ അവൻ എപ്പോഴും ഒരു തരിപ്പ. അത് നേഴ്സുമാരെ കാണുന്നോണ്ടായിരിക്കും. അല്ലെന്ന് ഡോക്ടറാവാൻ. ബ്ലോക്ക് ഇതുവരെ മാറിയില്ലെന്ന് പറഞ്ഞു. വന്നല്ലേ ഡോക്ടറും കളക്ടറും ഒക്കെ. കളക്ടറെ മഴ പെയ്താൽ നമുക്കൊക്കെ ലീവ് വരുവോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഭയങ്കര ഷാർപ്പനറായിരുന്നു. എന്റെ കുറെ മായ്ക്കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കടിക്കും ഞാൻ ഇങ്ങനെ. ഓ അതല്ലടോ, ഞാൻ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഷാർപ്പ്. എത്ര വരെ പഠിച്ച്? 10 ഡിസ്റ്റൻസ്